ഓക്കെ. അപ്പൊ ഇത് നമ്മളെ മൂന്നാമത്തെ പാർട്ടാണ്. 1, 2 പാർട്ടൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവുംന്ന് വിചാരിക്കുന്നു. ആർക്കേലും സംശയങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിക്കുക. അതല്ലെങ്കിൽ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റന്റെ ലിങ്കും ടെലിഗ്രാമിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. തൽക്കാലം നമുക്കിവിടെ പിന്നെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ട് ഇവിടെ ഗ്ലാസ് ഇടാം. നമ്മൾ ചിലപ്പോൾ നമ്മളിതിൽ സ്റ്റെയർ നമ്മൾ വരച്ചിട്ടില്ല. അപ്പൊ സ്റ്റെയർ വരക്കുമ്പോൾ ഇനിയിപ്പോ ഏത് രീതിയിലാണ് നമ്മൾ അതിന് ഹാൻഡ് റെയിൽ കാര്യങ്ങൾ, ഐ മീൻ ഗ്ലാസ് ആണോ അതല്ലെങ്കിൽ പിന്നെ ജിഐന്റെ വർക്ക് ചെയ്യോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഞാൻ തീരുമാനമാക്കിയിട്ടില്ല. അപ്പൊ നമ്മളത് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചിലപ്പം മാറ്റും. അപ്പൊ തൽക്കാലം നമ്മൾ ഈ ഒരു രീതിയിൽ പിന്നെ ഹാൻഡ് റെയിൽ മറ്റേ ഗ്ലാസ് ഇട്ടിട്ട് മുന്നോട്ട് പോവാണ്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം കീബോർഡിനകത്ത് 6 അടിച്ച് റെക്ടാങ്കിൾ ടൂൾ എടുക്കുക. ഒരു 5,5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട് ഒരു 90 സെന്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. അതിന് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കമ്പോണന്റ് ആക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിന്റെ കോപ്പി ഇവിടെ വെക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു കോപ്പി ഇവിടെയും വെക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ഇത് 2ഉം 3ഉം കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ചില കേസിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വെജിറ്റേഷൻ ചെയ്തപ്പോൾ ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വെജിറ്റേഷൻ ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് മരങ്ങൾ ഒരേ ഇതിൽ വന്നില്ലേ. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്കത് എല്ലാതും കൂടി പോയി സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പോണന്റ് ആണ് കിട്ടുക, ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നടക്കൂല. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കും. അതായത് ഈ ഒരു പില്ലർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കും. അതിനകത്ത് ഓൾ ഇൻസ്റ്റൻസ് കാരണം ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെലക്ട് ആവും. അതിനുശേഷം ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം ഗ്രൂപ്പിന്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റെക്ടാങ്കിൾ വരച്ച് അതിന്റെ മുകളിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ കളർ ഒന്ന് പിക്ക് ചെയ്തിട്ട് ഇതിനെല്ലാത്തിനും കൊടുക്കും. ഞാൻ തൽക്കാലം ഈ ഗ്രൂപ്പിന്റെ പുറത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്ലാസ് ഇടാം. ഗ്ലാസ് ഇടാനായിട്ട് ഇവിടെ വന്നിട്ട് ഈ പുറത്തെ എഡ്ജിൽ, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന രീതിയാണ്. നമുക്ക് പലർക്കും പല രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് റെക്ടാങ്കിൾ വരച്ചു. ഒരു 12 mm 1.2 സെന്റിമീറ്റർ തിക്നെസ് കൊടുത്തു. അതിനെ ത്രിബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അതിനൊന്ന് ഉള്ളിലോട്ട് മൂവ് ചെയ്തൊക്കെ ഒരു 1 സെന്റിമീറ്റർ ഉള്ളിലോട്ട് മൂവ് ചെയ്തൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റെക്ടാങ്കിൾ വരയ്ക്കുക. ഒരു 12 mm തിക്നെസ് കൊടുക്കുക. അതിന് ബാക്കിലോട്ട് 1 സെന്റിമീറ്റർ മൂവ് ചെയ്യുക. അതിനുശേഷം ഈ ഗ്ലാസ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ഇതൊരു സീലിംഗ് വരക്കണം. സീലിംഗ് വരക്കാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റെക്ടാങ്കിൾ ടൂൾ എടുത്ത് അവിടുന്ന് ഒരു റെക്ടാങ്കിൾ ഈ ഒരു പോയിന്റിലോട്ട് വരയ്ക്കുക. അതിലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗത്ത് ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കണം. അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ത്രിബിൾ ക്ലിക്ക് ചെയ്യുക, മുകളിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഏരിയകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ത്രിബിൾ ക്ലിക്ക് ചെയ്ത് തന്നെ ഗ്രൂപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ഒന്ന് എടുക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലേ പിന്നെ മുകളിൽ ഇപ്പൊ സ്പോട്ട് ലൈറ്റുകൾ മാത്രം വെക്കുക. ലൈറ്റിന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് ലൈറ്റ് മാത്രം വെച്ചിട്ട് നമുക്കൊന്ന് റെൻഡർ എടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെയറിന്റെ ഏരിയ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാനുണ്ട്. ഓക്കെ. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. അപ്പൊ ഈ ഒരു ഫയലിന്റെ പ്ലാൻ മിസ്സായിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ പ്ലാൻ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം. ഓക്കെ. അപ്പൊ തൽക്കാലം ഞാനിത് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിന്റെ റെൻഡറിങ്ങിലോട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെയർ ചെയ്യുമ്പോൾ മുകളിൽ സീലിംഗ് നമുക്ക് സെറ്റ് ചെയ്യാം. തൽക്കാലം സ്പോട്ട് ലൈറ്റ് മാത്രം ആഡ് ചെയ്തിട്ട് പരിപാടി നടത്താം. നമ്മളെ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ള ഈ സ്പോട്ട് ലൈറ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഈ സീലിംഗിന്റെ ഈ ഒരു നമ്മൾ സ്കെച്ച് ചെയ്തിട്ടുള്ളതും ഈ ലൈറ്റും കൂടി കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്യുന്നു. ഒരു പുതിയ സ്കെച്ച് ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. ശേഷം കൺട്രോൾ ഷിഫ്റ്റ് വി അടിക്കുക. അപ്പോൾ അവിടെ പേസ്റ്റ് സിംപ്ലൈസ് ആവും. അത് ഞാൻ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചാണ്. നിങ്ങൾ അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ പേസ്റ്റ് സിംപ്ലൈസ് ഉണ്ടാവും. അതിനുശേഷം നമുക്കിപ്പോൾ തൽക്കാലം നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പിന്നെ ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സീലിംഗ് ഇപ്പൊ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ റെൻഡറിങ്ങിൽ ഞാൻ സീലിംഗ് എടുക്കുന്നില്ല.
ഓക്കെ. അതിന്റെ മുന്നേ നമുക്കൊരു 30 സെന്റിമീറ്റർ ഓക്കെ. സീലിംഗ് തന്നെ ഒരു 2.70 ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നമ്മള് പിന്നെ പ്ലെയിൻ ആയിട്ടാണ് ഞാൻ സീലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 സെന്റിമീറ്റർ തിക്നെസ് കൊടുത്തിട്ട് താഴോട്ട് വെച്ചാലും മതി. ഇനിയിപ്പോ നമ്മൾ 3D ചെയ്യുമ്പോൾ ഒരു 30 സെന്റിമീറ്റർ ഇറക്കി വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം സീലിംഗിന്റെ മുകളിലുള്ളത് ഇപ്പൊ എന്താണെന്ന് ഇപ്പോ റെൻഡറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ തൽക്കാലം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ 10 സെന്റിമീറ്ററിന്റെ അതല്ലെങ്കിൽ എത്രയാണോ നമ്മളെ ഇതിന് തിക്നെസ് കൊടുക്കുന്നത് അത്രയും വരച്ചിട്ട് അത്ര താഴോട്ട് ഇറക്കി വെച്ചാൽ മതി. ഞാൻ അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ലൈറ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് തൽക്കാലം ഇങ്ങനെ ഡമ്മി ആയിട്ട് വെക്കുന്നുള്ളൂ. നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യും. നമ്മളെന്തായാലും ലീവിങ് എടുക്കുമ്പോൾ സീലിംഗ് ഉൾപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് വിഷയമാക്കുന്നില്ല. തൽക്കാലം ഇങ്ങനെ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് മാത്രം ചെയ്തിട്ട് ഓക്കെ ഇത്രേ കൊടുക്കുന്നുള്ളൂ. നമ്മള് ഇവിടെ ഇങ്ങനെ ആയിരിക്കും നമ്മളെ സ്റ്റെയർ കാര്യങ്ങൾ വരിക. അപ്പൊ അവിടെയൊക്കെ സീലിംഗിൽ മാറ്റം വരും. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ചെയ്യാം. ഞാൻ ഈ ഒരു ഫയൽ ഇവിടെ സീലിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഞാൻ ഇനി സീലിംഗിന്റെ വർക്ക് ചെയ്യുന്നതൊക്കെ ഇവിടെ വന്നിട്ടായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷം ഇത് കോപ്പി ചെയ്യുക, കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക. നമ്മളെ പ്രോജക്റ്റിൽ വന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി അടിക്കുക. ഓക്കെ. അതിനുശേഷം നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ തൽക്കാലം ഞാൻ ഇതിനെ എന്താ പറയാ, ഇതിനെ നമ്മളെ ഫസ്റ്റ് ഫ്ലോറിന്റെ റൂഫിലോട്ട് മാറ്റുന്നുണ്ട്, ടാഗിലോട്ട്. ഇനിയിപ്പോ ഇതിലുള്ള മെറ്റീരിയൽ ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻസ്കേപ്പ് മെറ്റീരിയൽ എഡിറ്റർ എടുക്കുക. വാള് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം സംഭവങ്ങളൊക്കെ നമ്മൾ ബെഡ്റൂം ചെയ്തപ്പോൾ ക്ലിയർ ആയിട്ട് ഉണ്ടാവും, ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കാർപ്പറ്റിനെ യൂസ് ആൽബിഡോ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക. അതിന്റെ വാല്യൂ ബമ്പിൽ ഹൈറ്റ് മാപ്പിൽ ടൈല് കാര്യങ്ങളൊക്കെ സെറ്റാണ്. കർട്ടൺ ഒന്ന് സെലക്ട് ചെയ്യുക. കർട്ടൺ യൂസ് ആൽബിഡോ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അതിന്റെ വാല്യൂ കൂട്ടി കൊടുക്കുക. ഇത് പിന്നെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലാമിനേഷനും ഓക്കെ. ഈ ഒരു ലാമിനേഷന് യൂസ് ആൽബിഡോ കൊടുത്ത് ജസ്റ്റ് ഒരു 0.5 ഒരു ടണ്ണ് ഒക്കെ മതിയാവും. പിന്നെ വരുന്നത് ഈ വൈറ്റ് കളറാണ്. വൈറ്റ് കളർ ഓൾറെഡി ഉണ്ട്. കുറച്ചും കൂടി റിഫ്ലക്ഷൻ കൂട്ടി വെക്കുക. പിന്നെ ഈ ഒരു മെറ്റല് ഓൾറെഡി ഉണ്ട്. ഗ്ലാസ് പിന്നെ നമുക്ക് ചേഞ്ച് വരുത്താണെന്നുണ്ടെങ്കിൽ റണ്ടർ സ്ക്രീനിൽ നോക്കിയിട്ട് ചേഞ്ച് വരുത്താം. അങ്ങനെ എല്ലാ മെറ്റീരിയലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ. ഞാൻ ഈ ഒരു ബ്ലാക്കിന്റെ റിഫ്ലക്ഷൻ ഒന്ന് കുറക്കുന്നുണ്ട്. ആ ബ്ലാക്കും ഈ ബ്ലാക്കും ഒന്നാണോ എന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. ഈ രണ്ട് ബ്ലാക്കും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ രണ്ടും കൂടി ഒന്നാക്കുന്നുണ്ട്. ഞാൻ മെറ്റീരിയലിന്റെ എണ്ണം മാക്സിമം ഞാൻ കുറക്കാറുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ നല്ല ഹെവി ലോഡ് ആവും സിസ്റ്റത്തിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീറെ അസറ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബ്ലാക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് സെലക്ട് ഒബ്ജക്റ്റ് ഇൻ ദ സീന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് അവിടെ നിന്ന് സെലക്ട് ആവും. അതിനുശേഷം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ഈ ഒരു ബ്ലാക്ക് ആണ്. ഇത് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ടു സെലക്ഷൻ കൊടുക്കുക. അത് അവിടുന്ന് മാറിയിട്ടുണ്ടാവും. ഓക്കെ. ഇങ്ങനെയാണ് ഞാൻ മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യല്. അതിനുശേഷം ജസ്റ്റ് ഇതിന് റിഫ്ലക്ഷൻ ഒന്നും കൂടി കൂട്ടി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓക്കെ ഇത് മതി, 29% മതി. അതിനുശേഷം ബാക്കിയും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഇപ്പൊ നമ്മളിവിടെ പുതുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ, ഈ വാൾപേപ്പറിന്റെ റിഫ്ലക്ഷനും ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട്. 30% കൊടുക്കുക. പിന്നെ ടി വി ഒക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ഈ ഒരു ബോക്സിനകത്തും കൂടി ഒരു പിന്നെ വാൾപേപ്പർ കൊടുക്കാം. ഓക്കെ. ആദ്യം ഈ ഫോട്ടോ ഫ്രെയിമിന് ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വെയിൻസ്കോട്ടും ഈ ഒരു വാളും സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റെക്ടാങ്കിൾ കൊടുത്ത് മാർക്ക് ചെയ്യുക. അതിന്റെ ശേഷം സെന്ററിൽ ഒരു കളർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് എഡിറ്റിൽ വന്നിട്ട്
യൂസ് ടെക്സ്ചർ ഇമേജ് കൊടുക്കുക. നമുക്കൊരു വാൾപേപ്പർ, ഏതെങ്കിലും ഒരു വാൾപേപ്പർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് എടുത്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ അതിനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് റിഫ്ലക്ഷൻ എടുത്തിട്ട് ഒരു 30% റിഫ്ലക്ഷൻ കൊടുക്കുക. ഇപ്പൊ ഈ ഫോട്ടോ ഫ്രെയിം കാണുന്നതിന്റെ നമുക്ക് ഒന്ന് ഒഴിവാക്കാം, തൽക്കാലം അവിടെ ഇരുന്നോട്ടെ. ആണെങ്കിൽ നമുക്ക് അതിന്റെ സൈസ് ഒന്ന് കുറക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാ സംഭവം മെറ്റീരിയൽ ആയിട്ട് ഈ ഒരു സോഫന്റെ പില്ലോ സെലക്ട് ചെയ്യുക. ഈ ഷാൽബിയുടെ കൊടുത്ത് നമ്മുടെ കയ്യിൽ PBR മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ PBR ടെക്സ്ചർ ആഡ് ചെയ്യട്ടെ. ഞാനിപ്പോ PBR ഒന്നും ആഡ് ചെയ്യുന്നില്ല. PBR ഉള്ളത് ഉണ്ട്, അതൊന്നും ഞാനിപ്പോ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് പോകുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിന്റെ ടെക്സ്ചർ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടെക്സ്ചറിൽ പോയി കഴിഞ്ഞാൽ പൊസിഷനിനകത്ത് റൊട്ടേറ്റ്. ഈ വാൾപേപ്പറും കൂടി ഒന്ന് മാറ്റാൻ പറ്റും നോക്ക്. ഞാൻ എന്റെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും വാൾപേപ്പർ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ എല്ലാ സംഭവം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സീൻ ഒന്ന് സെറ്റ് ചെയ്യാം. സീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫ് ആക്കിയിട്ടുള്ള എല്ലാ ലെയറും ഒന്ന് ഓൺ ചെയ്യുക. ബെഡ് വേണമെന്നില്ല, ബെഡ് ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാം ഒന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ സെക്ഷൻ എടുക്കുക. ഈ ഭാഗത്തൊരു സെക്ഷൻ കൊടുത്തിട്ട് അതിനെ സെലക്ട് ചെയ്ത്, അതിന്റെ ഓപ്പണിങ് കറക്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഈ ഒരു പിന്നെ ഡിസ്പ്ലേ സെക്ഷൻ പ്ലെയിൻ ആയിട്ടുള്ള സംഭവം ഒന്ന് ഓഫ് ചെയ്യണം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു സീൻ ആഡ് ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സീനൊക്കെ റീനെയിം ചെയ്തിട്ട് പേര് കാര്യങ്ങൾ കൊടുക്കട്ടെ. ലിവിങ് 1, 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഞാനൊന്നും ചെയ്യുന്നില്ല. നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ ഐഡിയക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ 4 സീൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ സീലിംഗ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെ നമുക്ക് എന്തായാലും ജിപ്സം കാണിക്കണം. ഓക്കെ, ഈ ഒരു പാസേജിന്റെ താഴെ ഭാഗത്ത് നമുക്ക് അവിടെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അങ്ങനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് Ctrl+X അടിച്ച് കട്ട് ചെയ്തിട്ട് നമ്മളെ സീലിംഗിന്റെ ഫയലിൽ വരിക. Ctrl+Shift+V അടിക്കുക. ഒരു 30 ഹൈറ്റ് കൊടുത്തിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിതിനെ സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 30 സെന്റിമീറ്റർ കൊടുക്കുക. ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 30 കൊടുക്കുക. എന്നിട്ട് അതിന് ഒരു 2 സെന്റിമീറ്റർ പ്രൊഫൈൽ അടിക്കാനുള്ള ഒരു 2 സെന്റിമീറ്റർ ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതിനെ ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുക. ഈ ഒരു എമിസീവിന്റെ കളറ് ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം സെന്റർ സെലക്ട് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കുക. നമുക്ക് സിലിണ്ടർ ലൈറ്റ് കൊടുക്കാം. ഇമ്പോർട്ട് അടിക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിലിണ്ടർ ലൈറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സിലിണ്ടർ ലൈറ്റ് കാര്യങ്ങൾ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ രണ്ട് സിലിണ്ടർ ലൈറ്റും 2 പ്രൊഫൈലും കൊടുത്തിട്ടുണ്ട്. അതിനെ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. നമ്മൾ ആക്ച്വലി ഇതിന് രണ്ടിനും കളർ കൊടുത്തിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫയലിൽ വന്നിട്ട് ഈ കളറിനെ ഇവിടുത്തെ പിക്ക് ചെയ്യുക, അതിനെ അപ്ലൈ ചെയ്യുക, വീണ്ടും കട്ട് ചെയ്യുക. നമ്മൾ പേജ് വർക്ക് ഫയലിൽ വന്നിട്ട് Ctrl+Shift+V അടിച്ച് പേസ്റ്റ് ചെയ്യുക. ഈ കളർ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇതിനും അപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള സീലിംഗ് ഡിലീറ്റ് ആക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക, Ctrl+C അടിക്കുക. നമ്മൾ പ്രോജക്റ്റിൽ വന്നിട്ട് Ctrl+Shift+V അടിച്ച് പേസ്റ്റ് പ്ലേസ് ചെയ്യുക, സേവ് അടിക്കുക. നമുക്ക് ഈ കറക്റ്റ് ഒന്നും കൂടി ഹൈറ്റിലോട്ട് വെക്കുക. ഈ സീലിങ്ങിനോട് മുട്ടിച്ച് വെക്കുക. അപ്പം അതിന് വേണ്ടി ഇത് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഹൈറ്റ് ആക്കി വെക്കുക. കറക്റ്റാണ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്കെയിൽ ചെയ്ത് ഉള്ളിലോട്ട് വെക്കുക. ഇതിപ്പോൾ ആക്ച്വലി മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കാണും. അപ്പം അങ്ങനെ ഓക്കെ, ഈ വിസിബിൾ ആകുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെ മൂന്നും കൂടി സെലക്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്തിട്ട് ഒന്ന് ശരിക്കൊന്ന് സ്കെയിൽ ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും വരയ്ക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ട അവിടുന്ന് ഒരു പോയിന്റ് ഒരു ലൈൻ വരച്ചെടുക്കുക. അതിന് ശേഷം ഇതെടുത്തിട്ട് ഈ ഒരു പോയിന്റിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ കറക്റ്റ് ആയിക്കോളും. എക്സ്ട്രാ വരച്ചിട്ടുള്ള സംഭവം ഡിലീറ്റ് ആയി കളയാം. ഓക്കെ, അതിന് ശേഷം സേവ് ചെയ്തിട്ട് ഒന്ന് റൺ അടിച്ച് നോക്കാം. ഓക്കെ, ഈ ഒരു പോപ്പപ്പ് വരുന്നത് നമ്മൾ പിന്നെ നെറ്റ് ഓൺ ആക്കാനായിട്ടാണ്. നമ്മളിതിൽ ക്ലൗഡിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ അസെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വരുന്നത്. ഞാൻ ഓക്കെ അടിച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നെറ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി റൺ അടിച്ച് നോക്കുക. ഓക്കെ, ഇവിടെ റണ്ടറായി വന്നിട്ടുണ്ട്. റണ്ടർ സ്ക്രീൻ ലാൻഡ്സ്കേപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സേവ് ഫ്രെയിം ഒന്ന് ഓൺ ചെയ്യാം. നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പിന്നെ പ്രീസെറ്റിന്റെ കോപ്പി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ സീൻ 2 സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക. സീൻ 6 എന്ന് കൊടുക്കുക. അതിനുശേഷം ഈ സീൻ 6 ഒന്ന് നമുക്കൊന്ന് സീനൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ലിങ്ക്ഡ് വിഷ്വൽ പ്രീസെറ്റിനകത്ത് 6 കൊടുക്കുക. അതിനുശേഷം ഇതിനൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ഫീൽഡ് ഓഫ് വ്യൂ ഒന്ന് കുറക്കണം. അതിന് വേണ്ടിയിട്ട് 50 55 മതിയാവും. എനിക്ക് ഈ ഒരു ഇതുവരെ പിന്നെ ഈ ഒരു പിന്നെ കർട്ടൻ്റെ ബോക്സ് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പം അത് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു സെറ്റപ്പ് ഒന്ന് ചെയ്യാൻ ശേഷം എനിക്ക് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ മുന്നേ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. നമുക്ക് ഈ സോഫ ഒന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്തിടാം, കാരണം ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിടാം. അപ്പുറത്തെ സൈഡും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഓക്കെയാണ്. ഇനി ഒന്ന് റൺ അടിച്ച് നോക്കാം. ഓക്കെ, ആക്ച്വലി പിന്നെ ഞാൻ കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ സീന് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, നമ്മളിതിങ്ങനെ ഭയങ്കര സ്റ്റക്കായിട്ട് നിൽക്കുകയല്ലേ. ഈ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ പിന്നെ നമുക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ താഴെ ഈ വിഷ്വൽ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ താഴെ റെൻഡറിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ, അത് നേരെ ഡ്രാഫ്റ്റ് ആക്കുക. ഇതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് ലോഡ് കൂടും, അത് കുറച്ച് കഴിഞ്ഞാൽ ലോഡ് കുറയും. അപ്പൊ ഡ്രാഫ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് പിന്നെ വലിയ ലോഡില്ലാതെ തന്നെ നമുക്ക് വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ഡ്രാഫ്റ്റിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ 4 സീനും സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്ത പോർഷൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഇല്ല. ഞാനൊന്ന് ഹൈ ക്വാളിറ്റിക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് കറക്ഷൻസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടി എൻസ്കേപ്പ് ക്ലോസ് ചെയ്യുമ്പോഴാണ് റെക്കോർഡ് ചെയ്യാത്ത ഓർമ്മ വന്നത്. എനിവേ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന്. ഓക്കെ, ഇതിൽ ചേഞ്ച് വരുത്താനുള്ളത് മുകളിൽ ഒരു 2 ഇഞ്ചിന്റെ, അതായത് ഒരു 5 സെന്റിമീറ്ററിന്റെ ഒരു പീസ് ഇങ്ങനെ ഇതിന്റെ മുകളിൽ കൂടെ ഒരു പീസ് അടിക്കുന്നുണ്ട്. അതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഈ ടി വി ഇതിന്റെ താഴെ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് ലൈറ്റ് കാണുന്നില്ല. നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ലൈറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടില്ല. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇപ്പൊ നമ്മൾ ഇതിൽ കറക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓക്കെ, ഈ കാർപ്പറ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടണം. അതുപോലെ ഈ ഒരു പിന്നെ കോഫി ടേബിൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കണം. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ പിന്നെ ഈ ഒരു ബോക്സിന്റെ ഉള്ളിലെ ടെക്സ്ചർ കാര്യങ്ങൾ പിന്നെ അലൈൻമെന്റ് കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ചേഞ്ച് ഉള്ളത് ഓപ്പോസിറ്റ് സൈഡിലാണ്. ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഈ ഒരു ലൈറ്റ് കത്തുന്നില്ല, ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ലൈറ്റുകളുടെ കളറ് പിന്നെ ഓറഞ്ച് ഷെയ്ഡാണ്. അതൊന്ന് മാറ്റി വൈറ്റ് ഷെയ്ഡിലേക്ക് മാറ്റണം. കാരണം ഇവിടെ ഫുൾ ഒരു ഓറഞ്ച് ടിന്റ് വരുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണം. ഇത്രയാണ് ഇപ്പൊ നമ്മള് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്.
റെക്കോർഡ് ചെയ്യാത്തപ്പോൾ സംഭവിച്ചിട്ടുള്ളതൊക്കെ. പിന്നെ സീൻ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഇതിന് മുന്നത്തെ ബെഡ്റൂമിന്റെ സീനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഡൈനിങ് ബാക്കിയുള്ള ഏരിയകൾ വരുമ്പോൾ അതിനകത്ത് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ തൽക്കാലത്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ കറക്ഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ലൈറ്റ്, ഈ 2 ലൈറ്റ് സെലക്ട് ചെയ്ത് ഒന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തുള്ള നിലവിലുള്ള ലൈറ്റ് ഒന്ന് ഡിലീറ്റ് ആക്കുക. ഇത് ആക്ച്വലി കമ്പോണന്റ് ആയതുകൊണ്ട് ഒന്നിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2ൽ എഡിറ്റ് ആവും. അപ്പൊ ജസ്റ്റ് നമുക്ക് പണി കുറഞ്ഞു കിട്ടും. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക, ഒരു പുതിയ സ്പോട്ട് ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ടൊരു IS ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചെയ്യാം. ഈ വരച്ചിട്ടുള്ള ഈ ഒരു ലൈൻ ഡിലീറ്റ് ആക്കുക, സെലക്ട് ചെയ്ത് ഓഫ് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള ആ ഒരു പിന്നെ സിലിണ്ടർ ലൈറ്റിന്റെ കളറും കൂടി ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ പിന്നെ ഈ ഒരു വാം കളറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ISന്റെ ലൈറ്റ് ജസ്റ്റ് അതിന് മാത്രം വൈറ്റ് കളർ കൊടുത്താൽ മതി. ബോഡിക്ക് പിന്നെ അങ്ങനെ തന്നെ MC ലൈറ്റ് ഓറഞ്ച് ആയിട്ടിരുന്നോട്ടെ, കുഴപ്പമില്ല. അതിന് ശേഷം നമുക്ക് പിന്നെ പിന്നെ ഈ ഒരു TV യൂണിറ്റിന്റെ മുകളിലുള്ള ഒരു പീസ് അടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് രണ്ടും കൂടി ഒന്ന് ഐസൊലേറ്റ് ചെയ്യുക. സെക്ഷൻ ഒന്ന് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നാണ് ഒരു പീസ് പോരേണ്ടത്. അതിനുവേണ്ടി തൽക്കാലം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5,5 എന്ന് അടിച്ചൊരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതിനെ നേരെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുക. നമുക്ക് 5ന്റെ വേണ്ട, 3 ഈ ഒരു സെയിം സൈസിൽ മതിയാവും. 3.6 മതിയാവും. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബാക്ക് അടിക്കുന്നുണ്ട്. അതിനുശേഷം അതിനുശേഷം ഇവിടുന്ന് 3.6, 3.6ന്റെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതിനെ നേരെ ഇതുവരെ പുഷ് ചെയ്ത് കൊടുത്തിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഇനി നമുക്കതിനെ ഈ ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കണം. അതിനുശേഷം ആ ലൂവറൊക്കെ ഒന്ന് സൈസൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലൂവർ പാനൽ സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ലൂവർ പാനൽ അല്ലാതെ കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ ചെയ്ത് വെച്ചാൽ മതിയാവും. രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ എടുക്കുക. ഒന്നിങ്ങനെ ഇങ്ങോട്ടേക്ക് സ്കെയിൽ ചെയ്ത് വെക്കുക. ഈ ഒരു പാനൽ എടുക്കുക, അതിനൊന്ന് ഈ പാനൽ എടുക്കുമ്പോഴേ ഇത് നമ്മൾ ഈ 3 പാനലും കമ്പോണന്റ് ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനൊന്ന് മേക്ക് യൂണീക്ക് അടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതല്ലേ നമ്മൾ ടോപ്പ് വ്യൂ എടുക്കുമ്പോൾ ചിലപ്പം നമുക്ക് പിന്നെ ഇതിങ്ങനെ ഇത് നമ്മൾ വുഡിന്റെ പീസാണ് കൊടുക്കുന്നത്, ഇത് വൈറ്റോ. അപ്പൊ ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് കാണും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനൊന്ന് മേക്ക് യൂണീക്ക് അടിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക, അതിനൊന്ന് പുഷ് ചെയ്ത് കളയാം. അതിനുശേഷം ഇതിനൊരു വുഡിന്റെ പീസ് കൊടുക്കുക, കളർ കൊടുക്കുക. അതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു ബോർഡർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പീസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റെൻഡർ അടിച്ചു നോക്കാം. അതിന് മുന്നേ സേവ് ഓക്കെ, നമ്മൾ ഈ കാർപ്പറ്റിന്റെ സൈസും ഇതും ചേഞ്ച് ചെയ്തിട്ടില്ല, അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ TV യൂണിറ്റിന്റെ താഴെ വരുന്ന ആ ഒരു ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ലൈറ്റ് ഇത്രേ വരുന്നുള്ളൂ. അപ്പൊ അത് നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ കോപ്പീസ് എടുത്തൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ എൻസ്കേപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് റെൻഡർ ചെയ്ത് വെക്കാം. നമ്മളിപ്പോ സെറ്റ് ചെയ്തിട്ടുള്ള 4 സീനും ഒന്ന് റെൻഡർ എടുക്കുക. ഓക്കെ, നമ്മൾ ഇതിന്റെ ഈ വിൻഡോന്റെ അലൈൻമെന്റ് കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. നമുക്ക് ഈ വിൻഡോന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം.
നമുക്ക് ഈ സൈഡ് ടേബിൾ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും സൈഡ് ടേബിൾ സോറി കോഫി ടേബിൾ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ അത് ഈ ഒരു പിന്നെ ഈ ഒരു കോഫി ടേബിൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ മെറ്റീരിയലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഡീകോർ ഐറ്റംസുകളൊക്കെ മാറ്റി ഇവിടെ ഉണ്ടായിരുന്ന ഒരു എക്സ്ട്രാ വന്നിട്ടുള്ള ഒരു സംഭവം ഡിലീറ്റ് ആക്കി. ഓക്കെ, ഈ ഒരു സംഭവം ഒന്നും കൂടി റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതും രണ്ടും സെയിം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് റെൻഡർ അടിച്ച് നോക്കാം. ഇനിയിപ്പോ വേറെ കറക്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, വേറെ കറക്ഷൻസ് ഒന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് റെൻഡർ അടിച്ച് നോക്കാം. ഓക്കെ, റെൻഡർ അടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഫയൽ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അൺപർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ഏതെങ്കിലും മെറ്റീരിയൽസ് കാര്യങ്ങൾ എക്സ്ട്രാ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വിൻഡോയിൽ പോയിട്ട് മോഡൽ ഇൻഫോയിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ പർജ് അൺയൂസ്ഡ് ആകുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ പഴയ പിന്നെ ടീപ്പോയി മറ്റേ കോഫി ടേബിളൊക്കെ മാറ്റിയല്ലേ. ജസ്റ്റ് എന്തെങ്കിലും റിമൂവ് ചെയ്യാണ്ട് ക്ലീൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ലൈറ്റിങ് ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പോഷർ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലൈറ്റിംഗ് ഒന്ന് സെറ്റ് ആക്കി എടുക്കുക. ഞാൻ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിന്റെ എക്സ്പോഷർ ഒന്ന് കുറക്കുക. ഒരു 45 വെച്ച് നോക്കുക. നമുക്ക് ഒരു 51 വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൺലൈറ്റ് ജസ്റ്റ് ഒന്ന് കൂട്ടുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റൺ അടിച്ച് നോക്കുക. ആക്ച്വലി ഈ ഒരു കോഫി ടേബിൾ ഈ ഒരു ലിവിങ്ങിന് മാച്ച് ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ അതൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ നമുക്ക് ഈ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് പ്രോപ്പർ ആക്കുക. ഓക്കെ, നമുക്ക് ഈ വിൻഡോന്റെ ഒക്കെ പുറത്ത് ലൈറ്റ് വെച്ച് ഒന്ന് ചെക്ക് ചെയ്യണം. ലൈറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻസ്കേപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിന്റെ പുറത്ത് ലൈറ്റ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ലാൻഡ്സ്കേപ്പിന്റെ ഒക്കെ ടാഗ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ലൈറ്റ് ഒന്ന് കോപ്പി ചെയ്യണം. ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഈ ഒരു യൂണിറ്റും കൂടി നമുക്കൊന്ന് ചേഞ്ച് വരുത്താം. സോറി, ചെറുതായിട്ട് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. സൗണ്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോ നമുക്ക് ഒരു കോഫി ടേബിൾ ആണ് ഇനി വേണ്ടത്. ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട്, അതായത് ടിവിന്റെ ഫ്രണ്ട് ഏരിയ കവർ ആവുന്ന രീതിയിൽ വെക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇതിന് നമുക്ക് സെൻറ്റർ ആക്കിയിട്ട് തന്നെ വെക്കാം. ഓക്കെ, അപ്പൊ തൽക്കാലം എത്ര ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് മെറ്റീരിയൽ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. മെറ്റീരിയൽ എല്ലാ മെറ്റീരിയലും ഒന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. നമുക്ക് ഈ ഒരു വുഡിന് റിഫ്ലക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ അത് ഒരു 40% ഒക്കെ ആയിട്ട് കൊടുക്കുക. പമ്പ് അത് കിടന്നോട്ടെ. നമ്മൾ ഈ ഒരു വാൾപേപ്പർ ഒന്ന് ചെക്ക് ചെയ്യുക.
ഈ ഒരു പിന്നെ ടെക്സ്ചർ പെയിന്റിനും ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ കൊടുക്കുക. ഒരു 45 ടു 70 വരെ കൊടുക്കുക. ഈ വാൾപേപ്പർ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ഓക്കെയാണ്. ഓക്കെ, ഇപ്പൊ എല്ലാം ഓക്കെ ആണ് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് റണ്ടർ അടിച്ച് വെക്കാം. ശേഷം നമുക്ക് ലൈറ്റിംഗ് സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സെറ്റ് ചെയ്തിട്ട് ഫൈനൽ റണ്ടർ എടുക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്ര ചെയ്യുന്നുള്ളൂ. പിന്നെ ബാക്കി അടുത്ത പാർട്ടിൽ നമുക്ക് സെറ്റാക്കാം. ഓൾറെഡി അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക. നമ്മളെ ഇൻസ്റ്റന്റെ ലിങ്കും ടെലിഗ്രാമിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത പാർട്ടായിട്ട് ഉടനെ വരുന്നതായിരിക്കും.